നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിദ്ധാർത്ഥൻ ഫോണിന്റെ അങ്ങേ തലക്കില് കെട്ട് തൂങ്ങി ചാവാ നിൽക്കുന്നേ. പാർവതി, നീ നിനക്ക് ചേരാത്ത രീതിയിൽ സംസാരിക്കരുത്. എനിക്കിപ്പോ ഇങ്ങനെ സംസാരിക്കാനേ പറ്റൂ. നിത്യ ജീവിച്ചിരിക്കുന്നു എന്നതിനുള്ള ആകെ തെളിവ് ഇടയ്ക്കിടയ്ക്ക് നിറഞ്ഞു തുളുമ്പുന്ന അവളുടെ കണ്ണുകൾ മാത്രം. വെളിച്ചം കെട്ടുപോയ ആ കണ്ണുകൾ കണ്ടില്ലെന്ന് നടിച്ച് ദേവികയെ ഒരു പുതിയ ജീവിതത്തിലേക്ക് അനുഗ്രഹിച്ച് പറഞ്ഞു വിടാൻ എനിക്ക് പറ്റില്ല മനോഹരേട്ടാ. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ദേവികമോൾ ഇത് ചെയ്തതെന്ന്. അല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടെ നിന്നാണല്ലോ നിത്യ അങ്ങോട്ട് പോയത്. നമ്മളോടൊരു വാക്ക് പോലും പറയാതെ ധൃതിയിലെ ദേവികയും പോയി. നിത്യ ഉള്ള സ്ഥലത്ത് കൃത്യമായി തന്നെ ദേവികയും സിദ്ധാർത്ഥനും എത്തുന്നു. അത്രയും കാര്യങ്ങളെ നമുക്കും അറിയൂ. പിന്നെ അതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിത്യമോളുടെ നാവ് ചലിക്കണം. ആദ്യം അത് സംഭവിക്കട്ടെ, സത്യം വെളിയിൽ വരട്ടെ. അപ്പോ അതുവരെ ഒരു ഹോം നേഴ്സിനെ പോലെ ദേവികമോൾ ഇവിടെ നിൽക്കണമെന്നാണ് നീ പറയുന്നത്? ദേവിക ഹോം നേഴ്സിനെ പോലെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ മകളെ പരിചരിക്കാൻ എനിക്കറിയാം. ഇനി എനിക്ക് തനിയെ പറ്റില്ലെന്ന് തോന്നിയ ഒരു ഹോം നേഴ്സിനെ വെക്കും. അല്ലാതെ ദേവികയെ കണ്ടോണ്ടൊന്നുമല്ല ഞാനിരിക്കുന്നത്. ഓ എന്റെ പാർവതി, നീ ഇങ്ങനെ നന്ദി കെട്ട വർത്തമാനം പറയരുത്. എത്തിയേക്കാളെ ഒരുപാട് മുതിർന്നയാളൊന്നുമല്ല ദേവികമോള്. എന്നിട്ട് നിന്നെക്കാളും നന്നായിട്ട് ദേവികമോള് നിത്യയെ നോക്കുന്നില്ലേ? എന്തെങ്കിലും പ്രതീക്ഷിച്ചോണ്ടാണോ അവളത് ചെയ്യുന്നത്? അല്ലല്ലോ. എന്താമേ ഇവിടെ നിത്യയെ പരിചരിക്കുന്ന കാര്യത്തിലൊരു തർക്കം? ഓ, തർക്കമൊന്നുമില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മനോഹരേട്ടനും മരുമകളും മനസ്സിലായിട്ടില്ല. ദേവിക ഒന്നും പ്രതീക്ഷിക്കാതെ നിത്യയെ പരിചരിക്കുന്നതിന്റെ മാഹാത്മ്യം പറയാ. അങ്ങനെ ദേവികയുടെ ഔദാര്യം ഒന്നും നിത്യക്ക് വേണ്ട.